ഇന്ന് പുലർക്കാലത്ത് തന്നെ സങ്കടത്തിൻ്റെ വലിയൊരു വാർത്തയുമായാണ് ഉണർന്നത്. ഒരു പത്രപ്രവർത്തകൻ്റെ രാവിലത്തെ കോൾ, വെളിയങ്കോട് ജുമാഅത്ത് പള്ളിയിൽ സിയാറത്തിന് വന്ന വണ്ടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് അന്വേഷിച്ചു. പലരുമായി ഫോൺ ചെയ്തു. അങ്ങനെയൊന്നും സംഭവിച്ചതായി വിവരമൊന്നും കിട്ടിയില്ല. പിന്നീടാണ് അറിഞ്ഞത് കൊയിലാണ്ടിയിൽ നിന്നും പഠനയാത്രയ്ക്ക് തിരിച്ച മദ്രസയിലെ വിദ്യാർത്ഥികളുടെ ബസ് അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന്. അതിൽ ഒരു പ്രിയപ്പെട്ട പൊന്നുമോൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു മോളെ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സക്കായി മാറ്റിയിട്ടുണ്ട്. മരണങ്ങളും അപകടങ്ങളുമൊക്കെ സാധാരണ നടക്കുന്ന ഇക്കാലത്ത് എന്താണ് ഇങ്ങനെ ഒരു വർത്തമാനത്തിന് പ്രസക്തി എന്നാലോചിക്കുന്നുണ്ടാകും. ഒന്നുമില്ല. 17 വയസ്സായ പ്രിയപ്പെട്ട പൊന്നുമോൾ വാഗമണ്ണിലേക്ക് യാത്ര തിരിച്ചതാണ്. ഇന്നലെ രാത്രി പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും കവിളിൽ ചുംബനം നൽകി നമ്മളൊക്കെ മക്കളോട് പറയാറുള്ളത് പോലെ പോണ്ടെന്നൊക്കെ അവർ പറഞ്ഞ് ആ മക്കൾ നിർബന്ധത്തിന് പോന്നതാവും. എന്തൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് ആ മക്കൾ യാത്ര തിരിച്ചിട്ടുണ്ടാകുക. എന്തൊക്കെ ഇഷ്ടങ്ങളോടെ തിരിച്ചു വരുമ്പോൾ ഉമ്മയ്ക്കും ഉണ്ണിക്കുമൊക്കെ സമ്മാനങ്ങൾ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ മക്കൾ. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് അവസാനത്തൊരു ചുംബനം നൽകാൻ, ആ പൊന്നുമോളെ മുഖത്തൊന്നും നിൽക്കാൻ ആ ഉപ്പയ്ക്കും അമ്മയ്ക്കും ഒരവസരമില്ലാത്ത രീതിയിലാണ് ആ പൊന്നുമോളെ മരണമുണ്ടായത്. ദൃക്സാക്ഷികൾ പറയുന്നത് തല പൊളിഞ്ഞ് പടച്ചതമ്പുരാനെ, ഞങ്ങളുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരുമൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. അപകടങ്ങളിൽ നിന്ന് കാക്കണമെന്ന്. ടൂറിന് പോകുമ്പോൾ മക്കളുടെ മനസ്സെത്ര സന്തോഷത്തിലാകും. ഈ വിവരം അറിയുമ്പോൾ ആ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സ് 17 വർഷം പോറ്റി വളർത്തിയ പൊന്നുമോൾ ഈ ലോകത്ത് വിട പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത, ഒരു എൻ്റെ നാട്ടിൽ സംഭവിച്ചു എന്നല്ലാതെ ഈ വിഷയമായി ഒരു ബന്ധമില്ലാത്ത എൻ്റെ മനസ്സ് എത്ര നോവുമ്പോൾ ആ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സ്, അവരുടെ അവസ്ഥ എന്താകും? അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കുടുംബ പാരമ്പര്യത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ആ കുടുംബത്തിനും ആശുപത്രിയിൽ കിടക്കുന്ന മോൾക്കും വേണ്ടി നമ്മളെല്ലാം ദുആ ചെയ്യണം. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ അള്ളാഹു പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്.